പൊഴിയൂരിലെ തീരദേശവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടതാണോ എൽഡിഎഫിന്റെ പ്രശ്നമെന്ന് വി രാജേഷ്. ആശയപരമായും രാഷ്ട്രീയമായും എൻഡിഎയെ നേരിടാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എൽഡിഎഫ് ബിജെപി വിരുദ്ധ പ്രചാരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് പൊഴിയൂരിലെ പ്രശ്ന പരിഹാരത്തിന് ഇടപെടലുണ്ടായതെന്നും വി രാജേഷ് പറഞ്ഞു. തന്റെ കയ്യിൽ കിട്ടിയ ഒരു പരാതി 5-6 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചതാണോ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത തെറ്റെന്ന് എൽഡിഎഫ് പറയണം. അതായത് 2 പതിറ്റാണ്ട് കൊണ്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന തിരുവനന്തപുരത്തെ തീരദേശ ജനത ശ്രീ രാജീവ് ചന്ദ്രശേഖർ എൻഡിഎ സ്ഥാനാർത്ഥിയോടെ സന്ദർശിച്ചപ്പോഴേക്കും അവരുടെ ആവലാതികളും വേവലാതികളും പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ടല്ല, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം പറയുന്നു. അപ്പോൾ മന്ത്രിയുടെ മുൻപാകെ ഒരു നിവേദനം കൊടുക്കുന്നു. അദ്ദേഹം 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നു. അപ്പോൾ അത് പരിഹരിച്ചതിനെതിരായിട്ടുള്ള നിലപാടാണ് എൽഡിഎഫ് സ്വീകരിക്കുന്നത്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എംപി അദ്ദേഹവും കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവിനെ പരിഹസിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 15 കൊല്ലമായി അദ്ദേഹത്തിന്റെ മുൻപിൽ നിരവധി തവണ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ പ്രശ്നം അനുവദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ മുന്നിൽ നിവേദനവുമായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങും. അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പരിശ്രമിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു 10-15 ദിവസം തിരുവനന്തപുരം പാർലമെന്റിൽ പ്രചരണം നടത്തിയപ്പോഴേക്കും എൽഡിഎഫും യുഡിഎഫും ഒരുമിച്ച് ആക്രമിക്കുകയാണ്, കേസ് കൊടുക്കുകയാണ് എൽഡിഎഫ്.